ഹായ്, എന്താണ് AGI അഥവാ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്? ഞാൻ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാം. നമ്മുടെ ശങ്കർ സാറിൻ്റെ സംവിധാനത്തിൽ വന്നിരിക്കുന്ന ഒരു വലിയ സിനിമയാണ് നമ്മുടെ യന്തിരൻ എന്ന് പറയുന്ന സിനിമ. ആ സിനിമ നിങ്ങൾ കണ്ടിരിക്കുമല്ലോ അല്ലേ? ആ സിനിമയ്ക്കകത്ത് വരുന്ന നമ്മുടെ വസീകർ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു ചിട്ടി എന്ന് പറയുന്ന റോബോട്ടിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ആ റോബോട്ടിനാണ് നമ്മൾ AI എന്ന് പറയുന്നത്. അതായത് അത് നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സ് നമുക്ക് നല്ല ഔട്ട്പുട്ട് തിരിച്ചു തരുന്ന ഒരു റോബോട്ടാണ് നമ്മുടെ AI കമാൻഡ് റോബോട്ട് എന്ന് പറയുന്നത്. അതിനകത്ത് തന്നെ ഒരു എക്സാമ്പിളായിട്ട് അതിനകത്തൊരു സീൻ ഞാൻ പറയാം. അതായത് TV ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു കമാൻഡ് കൊടുക്കുന്നു, ആ TV എടുത്ത് താഴെ ഇട്ട് പൊട്ടിക്കുന്ന ഒരു സീൻ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ സമയത്ത് ഡോക്ടർ വസീകർ വന്ന് പറയുന്നുണ്ട്, TV ഓൺ ചെയ്യുമെന്ന് പറയുന്ന കമാൻഡ് കൊടുക്കണം, അപ്പോഴാണ് അത് ഓൺ ചെയ്യുക, അല്ല എന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ പ്രവർത്തിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനർത്ഥം നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സിനനുസരിച്ചിട്ടുള്ള റിപ്ലേസ് തരുന്ന ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു റോബോട്ട് അല്ലെങ്കിൽ ഒരു ടെക്നോളജിയാണ് നമ്മുടെ AI എന്ന് പറയുന്നത്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു അത് തന്നെയാണ്. നമ്മൾ കൊടുക്കുന്ന കമാൻഡ്സിന് നമുക്ക് തിരിച്ച് റിപ്ലൈ കിട്ടുന്നു. സോ ഇനി വരാൻ പോകുന്നതാണ് AGI ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതായത് മനുഷ്യനെ പോലെ ചിന്തിക്കാൻ പറ്റുന്ന റോബോട്ട്സുകൾ അല്ലെങ്കിൽ മനുഷ്യനെ പോലെ ചിന്തിക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി കൊണ്ടുവരുന്നതാണ് AGI എന്ന് പറയുന്നത്. സോ നമുക്ക് ഇമോഷൻസ് ഉണ്ട്, നമ്മളുടെ ക്രിയേറ്റിവിറ്റി, ഇതെല്ലാം നമ്മളുടെ ഈ ടെക്നോളജിയിലൂടെ ഇനി കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അതിൻ്റെ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2030 മുതൽ 2035 ഉള്ളിൽ നമുക്കത് പൂർത്തിയാവുമെന്ന് പ്രതീക്ഷിക്കാം. മൈക്രോസോഫ്റ്റ്, മെറ്റ, ഗൂഗിൾ പോലത്തെ കമ്പനികൾ അതിൻ്റെ റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ 2010 ഇറങ്ങിയ യന്ത്രൻ സിനിമയ്ക്കകത്തും അത് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് AI റോബോട്ടിന് ശേഷം AGI റോബോട്ടിനെയാണ് രണ്ടാമതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ആ മനുഷ്യൻ്റെ ഇമോഷൻസ് എല്ലാം ഈ വസീകർ ഡോക്ടർ ആ റോബോട്ടിന് ടെക്നോളജിയിലൂടെ അത് കൊടുക്കുന്നു. സോ അതിനുശേഷം ഒരു വില്ലൻ ക്യാരക്ടർ വന്നിട്ട് ആ ടെക്നോളജിയെ തന്നെ നെഗറ്റീവായിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. സിനിമയ്ക്കകത്ത് വലിയ ട്രാജഡി ആയിട്ടാണ് അത് കാണിക്കുന്നത്. പക്ഷേ നമ്മുടെ റിയൽ ലൈഫിൽ ഇനി ആ AGI ടെക്നോളജി വരാൻ പോവുകയാണ്. സോ അത് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. സോ ഇനി വരാൻ പോകുന്നത് AGI കുറിച്ചിട്ടായിരിക്കും. AIയുടെ കാലം ഇനി വളരെ ചുരുക്കം മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ലെവൽ ഓഫ് അപ്ഡേറ്റ് ആണ് AGI അഥവാ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. സോ ഇതുപോലത്തെ വീഡിയോ കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ കീപ്പ് വാച്ചിങ് us.